എൻ്റെ റേഡിയോ 91.2 അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ. നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു നോവലാണ്. കൈരളി ബുക്സ് പുറത്തിറക്കിയ നാഗയക്ഷി. തന്റെ സർപ്പശാപം എന്ന് പറയുന്ന നോവലിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് പ്രവാസി എഴുത്തുകാരിയായ ജയപ്രഭ ഈ നോവൽ എഴുതിയിരിക്കുന്നത്. സർപ്പാരാധനയും വിശ്വാസങ്ങളും ഒക്കെ ചേർത്ത് ഏതാനും മനുഷ്യരുടെ ജീവിതവുമായിട്ട് അതിനെ സന്നിവേശിപ്പിച്ചാണ് ജയപ്രഭ ഈ പുസ്തകം തയ്യാർ ചെയ്തിരിക്കുന്നത്. ദൃശ്യങ്ങളുടെ കുടമാറ്റമാണ് ഈ പുസ്തകമെന്ന് ഇതിന്റെ ആമുഖം എഴുതിയ ആഷത്ത് മുഹമ്മദ് നിരീക്ഷിക്കുന്നു. എന്താണ് സർപ്പവും നമ്മുടെ ജീവിതവുമായുള്ള ബന്ധം? സർപ്പത്തിൽ വിശ്വാസം ഉള്ളവരുണ്ട്, സർപ്പം മറ്റുള്ള ജീവികളെപ്പോലെ ഒരു സാധാരണ ജീവിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഉരകങ്ങൾക്ക് മണ്ണുമായി വലിയ ബന്ധമുണ്ട്, മനുഷ്യനും മണ്ണുമായി വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിലഴയുന്ന ഈ ജീവികൾ മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടവരാണ്. അവരെ ആരാധിച്ചില്ലെങ്കിലും ആദരിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ സർപ്പങ്ങളെ അനാവശ്യമായി കൊല്ലുന്നതിന് നമ്മൾ എതിരാണ്. അത് ഭക്തിയും വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. അതിലൊരു പ്രകൃതിയുടെ സത്യമുണ്ട്. പ്രകൃതിയോട് ചേർന്ന് നമ്മൾ ആലോചിക്കുമ്പോഴും എല്ലാ ജീവികളും അതിൻ്റെതായ പ്രാധാന്യമുള്ളവരാണ്. ദൈവം വെറുതെ സൃഷ്ടിക്കുന്നതല്ലല്ലോ ജീവികളെ. പാമ്പിനെ സൃഷ്ടിച്ചു ദൈവം, കീരിയെ സൃഷ്ടിച്ചു, മണ്ണരയെ സൃഷ്ടിച്ചു ദൈവം, പാറ്റയെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. ബഷീർ പറയുന്നത് പോലെ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശം. ഇവിടെ ഈ നോവൽ ഒരു ഫിക്ഷൻ രൂപത്തിലാണെങ്കിൽ പോലും വലിയ ഒരു ഇൻഫർമേഷൻ നൽകുന്ന ഒന്നുകൂടിയാണ്. സർപ്പാരാധനയിൽ PhD ചെയ്യുന്ന അനീഷും കൂട്ടുകാരും ഈ കഴിഞ്ഞ നോവലിലെ പ്രധാന കഥാപാത്രമായ ഗായത്രിയുമായി നടക്കുന്ന സംഭാഷണങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അവിടെ വഴി ലോകത്തെ വിവിധ മതങ്ങളിൽ, സംസ്കാരങ്ങളിലൊക്കെ സർപ്പത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് പറയുന്നുണ്ട്. പൊതുവെ ഹിന്ദു മതത്തിലാണല്ലോ സർപ്പം എന്ന് പറയുന്ന, മറ്റ് മതങ്ങളിലൊക്കെ സർപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും, ഉദാഹരണം ഖുർആനിൽ പറയുന്നത്, പ്രവാചകൻ അബൂബക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂട്ടുകാരനുമായി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗുഹയിൽ കൂട്ടുകാരന്റെ മടിയിൽ തലവെച്ച് പ്രവാചകൻ ഉറങ്ങുകയാണ്. അപ്പോൾ ഒരു സർപ്പം വന്ന് ഈ അബൂബക്കർ എന്ന കൂട്ടുകാരനെ ദംശിക്കുന്നു. പക്ഷെ ഈ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ പ്രവാചകന്റെ ഉറക്കത്തിന് ഭംഗം വരുത്താതിരിക്കാൻ വേണ്ടി ഈ സർപ്പത്തിന്റെ കടി ഏൽക്കുന്നു എന്നുള്ളത്. പിന്നെ പ്രവാചകൻ തന്റെ പ്രത്യേകത കൊണ്ട് ഈ കടിയെ ശമിപ്പിക്കുകയും അദ്ദേഹത്തിന് സുഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് ആ ചരിത്രം പറയുന്നത്. ഇതുപോലെ ബൈബിളിലുമൊക്കെ ഇത്തരം ചരിത്രങ്ങളുണ്ട്. ധാരാളം ബലികളും സർപ്പബലികളും സർപ്പം തുള്ളലുമൊക്കെ ഈ നോവൽ കടന്നു വരുന്നുണ്ട്. നമശിവായേ ഗംഗായേ നാരായണ്യേ നമോ നമ പിതൃനാം പ്രാണരക്ഷാർത്ഥ ഇതമസ്തു തിലോദകം തിരോദക തീർത്ഥം സാത്ത എന്നൊക്കെ പറഞ്ഞ് പിണ്ടസമർപ്പണത്തിന്റെയൊക്കെ വലിയ ദൃശ്യവൽക്കരണം ഈ പുസ്തകത്തിലുണ്ട്. ആത്മാവിനെ പ്രേതലോകവും ആത്മാവിന് ഭൂമിയുമായുള്ള ബന്ധവും ഭൂമിയിലെ മനുഷ്യരിലേക്ക് ആത്മാക്കൾ സന്നിവേശിപ്പിക്കപ്പെടുന്നതും ഒരുപക്ഷെ സങ്കല്പമായിരിക്കും. പ്രേതം, യക്ഷി എന്നൊക്കെ പറയുന്നത് നമുക്ക് പലപ്പോഴും സങ്കല്പമാണ്. ആധുനിക ശാസ്ത്രത്തിന് അതിനെ ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ ആത്മാവിനെ വിളിച്ചു വരുത്തൽ, അച്ചമ്മ മരിച്ചുപോയെങ്കിലും തന്റെ കൺമുമ്പിൽ അച്ചമ്മയുടെ ആത്മാവുള്ളതായി ആ കുട്ടിക്ക് തോന്നുന്നു, ഗായത്രിക്ക് തോന്നുന്നു. ഞാനിത് വായിച്ചപ്പോൾ ONVയുടെ പ്രശസ്തമായ വരികളാണ് ഓർമ്മ വന്നത്. ഉപ്പ് എന്ന കവിതയിൽ ONV പറയുന്നു, ഈ ഉപ്പ് ഇങ്ങനെ പ്ലാവില കോട്ടിയ കുമ്പിളിൽ ഉപ്പിങ്ങനെ ഒരു തരിയുള്ള ഈ കഞ്ഞിയിൽ ഇട്ട് കഴിയുമ്പോൾ ഉപ്പിന്റെ സ്വാദ് ആ കഞ്ഞി മുഴുവൻ വ്യാപിക്കുന്നു. അപ്പൊ കവി പറയുന്നത്, നിന്നുടെ ഉള്ളിലെ ഉപ്പായിരിക്കുമേ മുത്തശ്ശി നിന്നുണ്ണിയെ വിട്ടങ്ങ് പോകുവാൻ എന്നാണ്. കടന്നുപോയ മുത്തശ്ശി, മരിച്ചുപോയ മുത്തശ്ശി, ഈ ഉപ്പ് കഞ്ഞിയിൽ അലിയുമ്പോൾ മട്ടിൽ ഉണ്ണി നിന്നുടെ മുത്തശ്ശിയും മറഞ്ഞു പോം എന്നാണ് കവി പറയുന്നത്. എന്നിട്ട് മുത്തശ്ശി പറയുന്നു, എങ്കിലും നിന്നുടെ ഉള്ളിലെ ഉപ്പായിരിക്കുമേ മുത്തശ്ശി. അതുപോലെ ഒരു സങ്കല്പമാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവ് ശരീരത്ത് കയറുന്നു എന്നതിനെ സംബന്ധിച്ച് അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട്, അതിനെ വിറ്റുകൊണ്ട്, അതൊരു കച്ചവടമാക്കി മാറ്റിക്കൊണ്ട് ചില ആളുകൾ തെറ്റായ രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ ഗായത്രി അങ്ങനെ അത് കച്ചവടമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ആ ആത്മാവിൻ്റെ ആ വിലാപം, അല്ലെങ്കിൽ ആത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നാഗങ്ങളെക്കുറിച്ച് കൂടി ചിന്തിച്ചുകൊണ്ടാണ് ഇതിനകത്തെ കഥാപാത്രങ്ങൾ, ശ്രീദേവി മുത്തശ്ശി, ഒരു പുല്ലാട്ടയത്ത് എന്ന് പറഞ്ഞൊരു കുടുംബവും അവിടുത്തെ മനുഷ്യരെയും, മന്നാരം എന്ന് പറയുന്ന മറ്റൊരു തറവാടും
അവിടുത്തെ അനിത എന്ന് പറയുന്ന അവരുടെ വീടും ആ വീട്ടിലേക്ക് ഇവരെല്ലാം കടന്നു പോകുന്നതും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ധാരാളം സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മൂലാധാരം ഉദമിത്യക്തം സ്വാധിഷ്ഠാനാം തു ലൈംഗികം മണിപൂരകം നാഭീദേശേ ഹൃദയസ്ഥം അനാഹതം വിശുദ്ധീ കണ്ഠകൂപേച്ച ആജ്ഞാചക്രം തു മസ്കതേ എന്നൊക്കെ പറഞ്ഞ് നാഡികളുമായി ബന്ധപ്പെടുത്തി ഇട പിങ്കള സുഷുമ്ന നാഡിയുടെ ശക്തി മുകളിലേക്ക് സഞ്ചരിക്കുന്നതും അത് സഹസ്രാര പത്മത്തിലെത്തുന്നതും തുള്ളലിനുള്ള നാഗക്കളത്തിന്റെ വരയും അതിലെ സർപ്പത്തിന്റെ ഉടലും അതിന്റെ ശക്തികളും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. മണ്ണാർശാല എന്ന് പറയുന്ന നമ്മുടെ സമീപത്തുള്ള ഹരിപ്പാടുള്ള മണ്ണാർശാല അമ്മയും അവിടുത്തെ പ്രതിഷ്ഠകളും ഒക്കെ ഈ നോവലിൽ പരാമർശിക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ വായിച്ചു പോകാവുന്ന ഒരു നോവൽ. ഏതാണ്ട് 88 പേജുകൾ മാത്രമുള്ളതാണ്. ആ പേജുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആ സർപ്പംതുള്ളൽ കണ്ടതായും ആ നാഗങ്ങളെ പരിചയപ്പെട്ടതായും ഗായത്രിയൊക്കെ നമുക്ക് പരിചയമുള്ള ആരോ ആണെന്നും നമുക്ക് പരിചയമുള്ള നിരവധി ആളുകൾ നമ്മളോടൊപ്പം സംഭാഷണം ചെയ്തതാണെന്നും ഒക്കെ നമുക്ക് തോന്നും. നാഗങ്ങളുടെ ശോഭ എന്നും ഇവിടെ നിറഞ്ഞു നിൽക്കട്ടെ, എല്ലാവർക്കും തുണയായി എന്ന് രോഹിത് പറയുമ്പോൾ അങ്ങനെയാവട്ടെ എന്ന് നമ്മളും പറഞ്ഞു പോകുന്നു. അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, അത് മനുഷ്യരുടെ ഭാഷയിലൂടെ മനുഷ്യനെ സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന വികാരങ്ങളുടെ പ്രത്യേകതയാണ്. ഓരോ സ്ഥലവും വിശദീകരിക്കുന്നത് നമുക്ക് നല്ല പരിചയമുള്ള സ്ഥലങ്ങളാണ്. ഒരു ചെറിയ കോലായ, അവിടെ നിന്ന് ഉമ്മറത്തേക്ക് വാതിൽ, സമയതലത്തിലൊരു ഉമ്മറം, അവിടെ നിന്ന് ഊണുതളം, അടുക്കള, വലതുവശത്തായൊരു മുറി, ഊണുതളത്തിൽ നിന്നും ഗോവണി കയറിയാൽ മുകളിലും ചെറിയ മുറികൾ എന്ന് പറഞ്ഞ ആ വീടിൻ്റെ പിക്ചറൊക്കെ വളരെ ലളിതമായിട്ട് നമ്മൾ വിവരിക്കുകയാണ്. ബിംബകൽപ്പനയോ വലിയ വളച്ചുകെട്ടലോ ഒന്നുമില്ലാതെ, ദുർഗ്രാഹമായിട്ടുള്ള ഒരു വാക്യമോ വാക്കുകളോ ഇല്ലാതെ വളരെ അത്യാവശ്യമായി സംസ്കൃത പദങ്ങൾ, വേണ്ടെടുത്ത സംസ്കൃത പദങ്ങൾ ചേർത്തുകൊണ്ട് മറ്റുള്ളിടത്തെല്ലാം നല്ല മലയാളത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു നോവലാണ്. ജയപ്രഭയുടെ 2ാമത്തെ നോവലാണിത്. സർപ്പശാപം എന്ന 1ാം നോവലിന്റെ തുടർച്ചയാണിത്. 3ാമത്തെ നോവൽ ഇപ്പോൾ മനസ്സ് എന്ന നോവൽ ഇപ്പോൾ വിപണിയിലുണ്ട്. 3ഉം പുറത്തിറക്കിയിരിക്കുന്നത് കൈരളി ബുക്സ് ആണ്. വളരെ സന്തോഷത്തോടു കൂടി നാഗയക്ഷി എന്ന ജയപ്രഭ എന്ന പ്രവാസി എഴുത്തുകാരിയുടെ ഈ നോവൽ ഇവിടെ അവതരിപ്പിക്കുന്നു. ജയപ്രഭ പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരി സ്വദേശിയാണ്. ഇപ്പോൾ കുടുംബസമേതം UAE-യിൽ അവർ താമസിക്കുന്നു. നന്ദി, നമസ്കാരം. അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.